ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 3 മാർച്ച് 2020 കണ്ടക്ട് ചെയ്ത SSC CGL 2019 പേപ്പറാണ്. അതിൻ്റെ റീസണിങ് സെക്ഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം, ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. അത് ഡൈസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ 3 different positions of the same dice are shown. Select the symbol that will be on the face opposite to the one showing less than symbol. Okay, അത് ലെസ് ദാൻ ആ സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സിമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഓരോ പൊസിഷനും തന്നേക്കുന്ന ഡൈസിൽ ഈ സിമ്പിൾ വന്നേക്കണം എവിടെയാണെന്ന് നോക്കണം. ഓക്കെ, അത് 3rd ഓപ്ഷനിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ നമ്മൾ ബാക്കിയുള്ള സിമ്പിൾസ് ഈ ഒരു ഡൈസിൻ്റെ പൊസിഷനിൽ കാണിച്ചിട്ട് ബാക്കി സിമ്പിൾസ് നോക്കാം. ഓക്കെ, പെർസെൻറ്റേജ് സിമ്പിളും ഉണ്ട്, ആംബ്രസാൻഡ് സിമ്പിളും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും പൊസിഷനിൽ വന്നിട്ടുണ്ടോ നോക്കണം. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫിഗറിൽ വന്നിട്ടുണ്ട് പെർസെൻറ്റേജ് സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ വൺസ് അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ്, അതായത് ഇത് വിത്ത് റെസ്പെക്ട് പെർസെൻറ്റേജ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓരോ സിമ്പിൾസും എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ എഴുതാം പെർസെൻറ്റേജ് അറ്റ് ഡോളർ, അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യണ ഇതിൽ. അതുപോലെ തന്നെ നമ്മൾ എഗെയിൻ ഇവിടെയും എഴുതണം, ഇവിടെയും പെർസെൻറ്റേജ് വിത്ത് റെസ്പെക്ട് ടു ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുമ്പോൾ ഓരോ സിമ്പിൾസ് എഴുതണം. ഓക്കെ, ആൻഡ് ഇവിടെ ആംബ്രസെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ രണ്ടും സെയിം സിമ്പിളിൻ്റെ വിത്ത് റെസ്പെക്ട് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്ത് 2 പൊസിഷനിലും, എന്നിട്ട് ഈ ഓപ്പോസിറ്റ് വന്ന ഈ താഴെ വന്നേക്കണ ഈ സിമ്പിൾസ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് ട്രിക്ക് പറയുന്നത്. ആ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ അറ്റ് സിമ്പിളായിരിക്കും ഈ ലെസ് ദാൻ സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ്, ഡോളർ സിമ്പിളായിരിക്കും ഈ ആംബ്രസാൻഡ് സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഓപ്പോസിറ്റ് ഫേസസ് ഡയറക്റ്റ്ലി കിട്ടും. ഇങ്ങനെ ക്ലോക്ക് വൈസ് എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു കോമൺ ആയിട്ട് തന്നെ സിമ്പിൾസിന് അബൌട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സിമ്പിൾസ് എല്ലാം എഴുതുക. അങ്ങനെ എഴുതപ്പോഴത്തേക്കും 2 കേസിലും എഴുതപ്പോഴത്തേക്കും താഴെ വന്ന സിമ്പിൾസ് ആയിരിക്കും ഓപ്പോസിറ്റ് ഫേസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലായി അറ്റായിരിക്കും ലെസ് ദാൻ സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് പെൻ ഇസ് കോഡഡ് ആസ് 321028 ആൻഡ് ഹൗ വിൽ ടബ് ബി കോഡഡ് ആസ് ഇൻ ദാറ്റ് ലാംഗ്വേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എഗെയിൻ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, പെൻ എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ടുണ്ട്. അതിനെ മാപ്പ് ചെയ്തേക്കുന്നത് 321028 എന്നാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എഗെയിൻ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റിൽ അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ 16 ആണ്, ഇത് 5 ആണ്, ഇത് 14 ആണ് ഓരോന്നിനും. ജസ്റ്റ് കമ്പയർ ചെയ്യുക ഈ നമ്പറും ഈ നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന്. ഓക്കെ, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി 16 ഇവിടെ 32 ആണ് വന്നേക്കുന്നത്. അതായത് 16ൻ്റെ 2 ടൈംസ് ആണ് ഫസ്റ്റ് 2 നമ്പറായിട്ട് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 5 ആണ്, 5ൻ്റെ 2 ടൈംസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 14 ആണ്, 14ൻ്റെ 2 ടൈംസ് ആണ്, അതായത് 28 ആണ് അടുത്തായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോഡിങ് യൂസ് ചെയ്ത ലോജിക്ക് എന്താണെന്ന് മനസ്സിലായി. ജസ്റ്റ് പ്ലേസ് വാല്യൂസിൻ്റെ 2 ടൈംസ് ആണ് നമ്മുടെ കോഡായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അഗെയിൻ നമുക്ക് ടബിൻ്റെ എഴുതാം. ടബ് എന്ന് പറയുമ്പോൾ 20, 21 ആൻഡ് 2. അപ്പോൾ ഇതിൻ്റെ 2 ടൈംസ് എത്രയാണ്? 40 വരും. ഇതിൻ്റെ 2 ടൈംസ് എത്രയാണ്? 42 വരും. ഇതിൻ്റെ 2 ടൈംസ് 4 വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് കോഡ്. നമുക്ക് ഓപ്ഷൻ സി ജസ്റ്റ് നോക്കാം. 40, 42, 4, അതായത് ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ 4 letter cluster have been given, out of which 3 are alike in some manner and one is different. Select the odd letter cluster എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എഗെയിൻ ഇവിടെ നമുക്ക് പ്ലേസ് വാല്യൂസ് ജസ്റ്റ് ഓരോന്നിൻ്റെ എഴുതി നോക്കാം. BESK ആണ് ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി നോക്കാം. 2, 5, 8 ആൻഡ് 11. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ നമ്പേഴ്സ് എഴുതണം നമുക്ക് എത്ര ഷിഫ്റ്റ് വന്നെന്ന്, അതായത് നെക്സ്റ്റ് ലെറ്റേഴ്സിലോട്ട് പോകുമ്പോൾ ക്ലസ്റ്ററിൽ അടുത്തടുത്ത ലെറ്റേഴ്സ് തമ്മിൽ എത്ര ഷിഫ്റ്റ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമുക്ക് ബിയും ഇയും തമ്മിൽ എത്ര, ഇവിടെ 2ഉം 5ഉം അല്ലേ, അത് +3 ഷിഫ്റ്റ് ആണ്. ഇവിടെ അഗെയിൻ നോക്കുമ്പോൾ +3 ഷിഫ്റ്റ് ആണ്. ഇവിടെ അഗെയിൻ നോക്കുമ്പോൾ 8ഉം 11ഉം എത്രയാണ്? +3 ഷിഫ്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ലെറ്റേഴ്സ് ഷിഫ്റ്റായി പോയേക്കണം ഫസ്റ്റ് ഓപ്ഷൻസിൽ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. +3 ഷിഫ്റ്റ് ആണ് ഇവിടെ വന്നേക്കണേന്നുള്ളത്. അടുത്ത് നമുക്ക് ADGJ ആണ്. പ്ലേസ് വാല്യൂസ് എഴുതാം. ഓക്കെ, 4, 7, 10. ഇവിടെ നമ്മൾ നോക്കാം ഷിഫ്റ്റ് എത്രയാണ്. 1 to 4 ആണ് വന്നേക്കുന്നത്. അപ്പോൾ +3 ഷിഫ്റ്റ്, ഇവിടെയും +3 ഷിഫ്റ്റ്, അപ്പോൾ ഇവിടെയും +3 ഷിഫ്റ്റ്. അപ്പോൾ ഈ ഓപ്ഷൻ ഇതിൽ നമുക്ക് അഗെയിൻ ഓരോ ലെറ്റേഴ്സ് +3 ആയിട്ടാണ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അതും ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എഴുതാം FHKM എന്നുള്ളത്. അപ്പോൾ 6, 8, 11, 13. ഓക്കെ, ഇവിടുത്തെ ഷിഫ്റ്റ് എത്രയാണ് നോക്കാം. ഓക്കെ, ഇവിടെ +2 ഷിഫ്റ്റാണ് വന്നേക്കുന്നത്, ഇവിടെ +3, ഇവിടെ +2 അഗെയിൻ. അപ്പോൾ ഇവിടുത്തെ ഒരു ഓഡായിട്ട് ലൈക്ക് നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ അല്ലാതെ ഡിഫറെൻ്റ്ലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്നുള്ളത്. അഗെയിൻ നമുക്ക് ഓപ്ഷൻ 4 കൂടി കമ്പയർ ചെയ്ത് നോക്കാം, അത് തന്നെയാണോ റീസൺ നോക്കാൻ. J എന്ന് പറഞ്ഞാൽ 10 ആണ്, M എന്ന് പറഞ്ഞാൽ 13th നമ്പറാണ്. അപ്പോൾ അവിടെ ഷിഫ്റ്റ് വന്നേക്കുന്നത് +3 ആണ്. ഇത് 16 ആണ്, ഇത് 13 ആണ്, അപ്പോൾ ഇവിടെയും +3 ആണ്. 16, 19 ആണ്, ഇവിടെയും +3 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ 3 ആണ് ഇതിൽ ഓഡ് വൺ ഔട്ടാണ്. ഓക്കെ, അത് ക്ലിയർ. ഇത് കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തത് 4th question. Study the given pattern carefully and select the number that can replace a question mark in it എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിച്ചേക്കുന്നത്. ഒരു മെട്രിക്സ് ആണ് തന്നേക്കുന്നത്, 3 കോളംസും റോസും ഉള്ള ഒരു മെട്രിക്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് 2 കോളത്തിലുള്ള നമ്പേഴ്സ് ചെറുതുമാണ്, 3rd കോളത്തിലുള്ള നമ്പർ വലുതാണ്. അപ്പോൾ ഇത് രണ്ടും സംഭവം റിലേറ്റഡ് ടു 41 ആണ്. അപ്പോൾ ഇതൊരു വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ ഒരു സ്ക്വയേഴ്സിൻ്റെ അഡീഷനോ സംതിങ് ആയിരിക്കും നടന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്വയർ അഡീഷൻ ട്രൈ ചെയ്യാം. ഫസ്റ്റ് 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, അതായത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. പിന്നെ ഇവിടെ 4 സ്ക്വയർ ആണ് അടുത്ത് വന്നേക്കുന്നത്, അത് 16. അപ്പോൾ 25 + 16 നമുക്ക് എത്രയാണെന്ന് അറിയാം, 41 ആണെന്നറിയാം. അപ്പോൾ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് കിട്ടി 5 സ്ക്വയർ + 4 സ്ക്വയർ ആണ് ഇവിടെ തന്നേക്കുന്നത് 41 എന്നുള്ളത്. അപ്പോൾ ഈ ലോജിക്ക് കറക്റ്റ് ആണെന്ന് നോക്കാൻ ഇവിടെയും ട്രൈ ചെയ്യാം. 9 സ്ക്വയർ + 11 സ്ക്വയർ അത് എത്രയാണെന്ന് നോക്കാം. 9 സ്ക്വയർ 81 ആണ്, 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121 ആണ്. ആഡ് ചെയ്ത് നോക്കാം, 202 എന്ന് കിട്ടി. അപ്പോൾ അവിടെയും ആ ലോജിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉറപ്പിക്കാം അതാണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു നമ്പറാണ് കിട്ടേണ്ടത്. ഈ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം, 15 സ്ക്വയർ + 6 സ്ക്വയർ ചെയ്താൽ മതി. ആ സെയിം ലോജിക്ക് ഫോളോ ചെയ്ത് 225, 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 261 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻസിൽ ഓപ്ഷൻ D എന്ന് കിട്ടും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അഗെയിൻ നമുക്ക് ഒറിജിനലി എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യപ്പോൾ ഈ എൻറ്റയർ കാൽക്കുലേഷൻ ചെയ്യണമെന്നില്ല. 15 സ്ക്വയർ 221 ആണെന്നറിയാം, മറ്റേ 36 ആണെന്നറിയാം, 225 ആണെന്നറിയാം, മറ്റേ 36 ആണെന്നറിയാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ആ ഒരു ഇത് നോക്കി തന്നെ നമുക്ക് ഓപ്ഷൻ D ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ജസ്റ്റ് തൽക്കാലം ഞാനൊന്ന് ഇവിടെ ചെയ്തെന്നേ ഉള്ളൂ. പക്ഷേ എക്സാമിന് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൻ വെൻ ഡയഗ്രാം ദ സർക്കിൾ റെപ്രസെൻറ്റ്സ് ലേഡീസ്. അപ്പോൾ ഇത് ലേഡീസ് ആണ്, ലേഡീസ്. അടുത്തത് ദ ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് ടീച്ചേഴ്സ്. ഓക്കെ, ആൻഡ് ദ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ്സ് അൺമാരീഡ് പേഴ്സൺസ്. അപ്പോൾ ഇത് അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അൺമാരീഡ്. Okay, the number given in the diagram represents the number of person in that particular category. Okay, ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മാരീഡ് ലേഡീസ് ആർ ടീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം മാരീഡ് ലേഡീസ് ആർ ടീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാരീഡ് ലേഡീസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ റെക്റ്റാങ്കിളാന്ന് പറയുമ്പോൾ മാരീഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇതിന് മുകളിലായിരിക്കും, ഇതിന് ഔട്ട് സൈഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവർ പറയുന്നത് മാരീഡ് ലേഡീസിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ലേഡീസ് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിന് പുറത്തെന്ന് പറയുമ്പോൾ ഇത്രയും പേരിൽ കൺഫൈൻഡ് ആയി, ഇത്രയും റീജിയനിൽ കൺഫൈൻഡ് ആയി, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൺഫൈൻഡ് ആയി ലേഡീസ് ചോദിച്ചു. കാരണം ആർ ടീച്ചേഴ്സാണ് ചോദിച്ചേക്കുന്നത്. ടീച്ചേഴ്സ് ആണ് ട്രയാങ്കിൾ. അപ്പോൾ ബേസിക്കലി ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു പോയിന്റ് ഇത്രയും പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഇത്രയും പാർട്ടാണ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള ലേഡീസ് ഹു ആർ ടീച്ചേഴ്സ് പറഞ്ഞാൽ ഇത്രയും പാർട്ട് വരും. ഇത് ഓപ്ഷൻ ആൻസർ 3 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ B ആയിരിക്കും ആൻസർ. ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ലോജിക്കൽ ആൻഡ് മീനിങ് ഫുൾ ഓർഡർ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ വേർഡ്സ് എല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡഡ് പോളിഗൺ ആണ്, നോണഗൺ എന്ന് പറഞ്ഞാൽ 9 ആണ്, പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 ആണ്, ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ 7 ആണ്, ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനിയിപ്പോൾ നമ്മൾ ലോജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ ഏതെങ്കിലും അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ലൈക്ക് നമ്പർ ഓഫ് സൈഡ്സിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതി നോക്കാം. അപ്പോൾ ആദ്യമേ പെൻറ്റഗൺ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹെക്സഗൺ വരും, അതായത് ഓപ്ഷൻ 1 വരും. അത് കഴിഞ്ഞിട്ട് ഹെപ്റ്റഗൺ വരും 4. അത് കഴിഞ്ഞിട്ട് 5 ഒക്ടഗൺ വരും. അത് കഴിഞ്ഞിട്ട് നണഗൺ വരും. അപ്പോൾ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 3, 1, 4, 5, 2 ഉണ്ട്. ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ ആൻസർ.
മേ ബി ക്വസ്റ്റനിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വൺസ് എഴുതി കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലോട്ട് റീഡ് ചെയ്യാനായിട്ട് നല്ല തലതിരിച്ച് വായിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 7th question. In a certain language, hammer is written as ICPQJX. Then how will wrench be written in that language എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അഗെയിൻ നമ്മൾ ഹാമർ എഴുതാം. ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് ഇതാണ് തന്നിരിക്കുന്ന വേർഡ്. കോഡ് തന്നേക്കുന്നത് ഓക്കെ, നമുക്ക് അതിൻ്റെ ആദ്യമേ അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതാം. 8 1 13 13 5 18. പിന്നെ നമുക്ക് തന്നേക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ICPQJX ആണ് നമുക്ക് തന്നേക്കുന്ന വേർഡ് കോഡ് തന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ 9 3 16 17 10 24 ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂസ് നമുക്ക് മുകളിലും എഴുതാം. അപ്പോൾ ജസ്റ്റ് ഇനി ചേഞ്ച് നോക്കിയാൽ മതി. 8ഉം 9ഉം തമ്മിലുള്ള ചേഞ്ച് +1, 1 എന്ന് പറയുമ്പോൾ +2, പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ അഗെയിൻ +3, 13ഉം 17 എന്ന് പറയുമ്പോൾ +4, 5ഉം 10 എന്ന് പറയുമ്പോൾ അഗെയിൻ +5, അതായത് ഇതെന്ന് പറയുമ്പോൾ +6. ബേസിക്കലി ഓരോ ലെറ്റേഴ്സും ആ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണതാണ്. അപ്പോൾ ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് വ്രഞ്ചും ചെയ്യാം. അപ്പോൾ വ്രഞ്ചിൻ്റെ ആദ്യം ഈ വേർഡ് എഴുതുക, അതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ +1 +2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലേ. അപ്പോൾ ഇവിടെ +1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഫസ്റ്റ് വരും, അപ്പോൾ 24 വരും. ഇവിടെ +2 എന്ന് വരും, അപ്പോൾ 20 വരും. ഓക്കെ, പിന്നെ അവിടെ +3 ചേഞ്ച് വരും, അപ്പോൾ ഇവിടെ 8 വരും. ഓക്കെ, ഇവിടെ +4 ചേഞ്ച് വരും, +4 എന്ന് പറയുമ്പോൾ 18 വരും. അപ്പോൾ നമുക്ക് അഗെയിൻ ഒറിജിനലി നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേസ് വാല്യൂസൊക്കെ ബൈ ഹാർട്ടായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം എഴുതുന്നത്. ഒറിജിനലി നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഓരോ ലെറ്റേഴ്സ് ഏതാണെന്ന് എഴുതാം. എക്സ് ആണ് 24 എന്ന് പറഞ്ഞാൽ, 20 എന്ന് പറഞ്ഞാൽ ടി ആണ്, ഇതെന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു XTH എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഓപ്ഷൻസ് നോക്കാം. ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം, ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ബിറ്റ്വീൻ ദീസ് 2 ഓപ്ഷനാണ് പിന്നെ നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ 80 എന്ന് പറഞ്ഞാൽ 6 വരും. ഇവിടെ +5 എന്ന് പറയുമ്പോൾ അഗെയിൻ 8 വരും, അപ്പോൾ എച്ച് വരും. ഇവിടെ +6 എന്ന് പറയുമ്പോൾ 14 വരും, അപ്പോൾ അപ്പോൾ നമുക്ക് 14 എന്ന് പറയണത് ഓക്കെ എൻ വരും, എൻ ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം ഈ ഒരു ഓപ്ഷൻ വന്നേക്കണ ഏതാണെന്ന്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. XTH RH എന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഈ ലെറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് അവരുടെ പ്ലേസ് വാല്യൂസ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എൻറ്റയർലി ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നില്ല. ഓരോ പ്രാവശ്യം ഓരോ ലെറ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ഓപ്ഷൻസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 8th question. Select the number that can replace a question mark in the following series. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ നമ്പേഴ്സ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അടുത്താണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി. 55ഉം 58ഉം +3 ആണ്, 58ഉം 64ഉം ചേഞ്ച് എന്ന് പറഞ്ഞാൽ +6 ആണ്. അപ്പോൾ അടുത്ത ചേഞ്ച് നമുക്ക് അറിയില്ല, ഇവിടെ അറിയില്ല. പിന്നെ 85 ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 36 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്തിട്ട് ജസ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഓപ്ഷൻസിലുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ 3 കഴിഞ്ഞ് 6 ആണ് വന്നേക്കണം. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. അപ്പോൾ 64 ഈ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 64 + 9 ചെയ്യാം, അതായത് 73 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓപ്ഷൻസിലുണ്ടോ നോക്കിയപ്പോൾ ഓപ്ഷൻസിലുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത ലോജിക്ക് വാലിഡ് ആണെന്ന് അറിയാൻ അടുത്ത കേസ് നോക്കാം. അതായത് ഡിഫറൻസ് +9 ആണ് ഇവിടെ വന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഫറൻസ് പറഞ്ഞാൽ +12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 73 + 12 ചെയ്യുമ്പോൾ 85 കിട്ടുമോ നോക്കിയാൽ മതി. ചേഞ്ച് നോക്കുമ്പോൾ +12 ചെയ്യുമ്പോൾ 85 തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയ ആ ലോജിക്ക് വാലിഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ സീരീസ് തമ്മിലുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് പോകാം. ഓക്കെ, ആൻഡ് അഗെയിൻ നമുക്ക് ഒറിജിനൽ എക്സാമിന് ഈ ഒരു ചേഞ്ച് നമുക്ക് 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾ ആകണമെന്നില്ല, പക്ഷേ ഇത് നമുക്ക് ഇവിടെ ഡിഫറൻസ് വന്നത് × 2 ടൈംസ് ആണ്. അപ്പോൾ അടുത്ത ഡിഫറൻസ് മേ ബി × 2 ആകാം. അങ്ങനെ പല ലോജിക്കും വരാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ലാസ്റ്റ് വാല്യൂ ആ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ കോമൺലി ഇങ്ങനത്തെ
നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ആ ഡിഫറൻസുകളുടെ ചേഞ്ച് വന്നതെന്നുള്ളത്. അതിന് പ്രാക്ടീസ് ചെയ്താൽ മതി. അടുത്തെന്ന് പറയുന്നത് ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ വേർഡ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദ ഗിവൺ പെയർ ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് വേർഡ് ഫാക്കൽറ്റി, ടീച്ചേഴ്സാണ് രണ്ട് വേർഡ് തന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു കോളേജോ അല്ലെങ്കിൽ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ നമ്മൾ കളക്റ്റീവ്ലി ഫാക്കൽറ്റി എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെയിം റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഓപ്ഷൻസിലുണ്ടോ നോക്കാം. അപ്പോൾ ആൻസ് തന്നിട്ടുണ്ട്, ഫ്ലോക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ കളക്റ്റീവ്ലിയാണ് നമ്മൾ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ ആൻസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഈ രണ്ട് വേർഡ്സ് റിലേറ്റഡ് അല്ല, അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഗാലക്സി എന്നാണ് തന്നേക്കുന്നത്. ഗാലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റം, അതായത് പ്ലാനറ്റ്സും റോക്സ് ലൈക്ക് ആ ഒരു കോമ്പിനേഷൻ, പ്ലാനറ്റ്സും ലൈക്ക് സ്റ്റാർസിൻ്റെയൊക്കെ കുറേ കളക്ഷനായിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ ഗാലക്സി എന്ന് വിളിക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ തന്നേക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ്, അപ്പോൾ അത് റിലേറ്റഡ് അല്ല, അപ്പോൾ നമുക്ക് അതും തെറ്റാന്ന് പറയാം. പിന്നെ തന്നേക്കുന്ന കോളനിയും വൂൾസാണ് തന്നേക്കുന്നത്. എഗെയിൻ കോളനി എന്ന് പറയുന്ന ഒരു കളക്റ്റീവിനാണ് ലൈക്ക് ആൻസിൻ്റെ ഗ്രൂപ്പിനാണ് നമ്മൾ കോളനി എന്ന് വിളിക്കുന്നത്. അവർ അത് വൂൾസായിട്ട് റിലേറ്റഡ് അല്ല, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് ഓപ്ഷൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആകും. ഓപ്ഷൻ ഫ്ലീറ്റ് എന്നാണ് തന്നേക്കുന്നത്. ഷിപ്സിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിനാണ് കളക്റ്റീവ്ലി നമ്മൾ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ഓക്കെ, ഓപ്ഷൻ 10 ക്വസ്റ്റ്യൻ 10 എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ലെറ്റർ ക്ലസ്റ്റർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ് ആണ്. ഓക്കെ, അതായത് ലെറ്റർ ക്ലസ്റ്ററിൻ്റെ സീരീസാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അഗെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആൽഫബറ്റ്സ് ആണ് തന്നെങ്കിൽ അതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതി നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂസ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ലെറ്റേഴ്സ് നോക്കി തന്നെ പറയാൻ പറ്റും. നമുക്കിവിടെ പറയുന്നത് BRH, പിന്നെ അടുത്ത ക്ലസ്റ്റർ തന്നേക്കുന്നത് ZUH ആണ് തന്നേക്കുന്നത്, ZUD ആണ് തന്നേക്കുന്നത്. നമുക്കിതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതാം. 2, 18, 8 എന്ന് പറഞ്ഞാൽ 26, 21, 4 ഇങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ലെറ്റേഴ്സ് അങ്ങനെ റിലേറ്റ് ആയിരിക്കും നോക്കാം ക്ലസ്റ്ററിൽ. ഇപ്പോൾ ഫസ്റ്റ് ലെറ്ററും അഗെയിൻ ഈ ലെറ്ററും കൂടി കമ്പയർ ചെയ്യാം, 2ഉം 26ഉം. അപ്പോൾ നമുക്ക് മനസ്സിലായി ബി. ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ABCDയിൽ പിന്നെ ഇവിടെ സെഡിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്തർ നമുക്ക് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാം, അതായത് ബാക്കിലോട്ട് മൂവ് ചെയ്തതിന് അഗെയിൻ A കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് പറഞ്ഞാൽ മാപ്പ് ചെയ്യണത് അഗെയിൻ ഈ ഒരു പോയിന്റിലോട്ടാണ്, ലാസ്റ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 തന്നിട്ടുണ്ട്, അവിടെ 26 തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് മൂവ് ചെയ്തുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ +24 എന്ന് പറഞ്ഞ ചേഞ്ചാണ് വന്നത്, Bയും 26 എന്നുള്ള ചേഞ്ച്. പക്ഷേ അത് വലിയൊരു ചേഞ്ച് ആണല്ലോ. അപ്പോൾ അതിനല്ലാതെ കുറച്ചും കൂടി ലൈക്ക് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെറിയൊരു ബാക്കിലോട്ടുള്ള ലെഫ്റ്റിലോട്ടുള്ള ഷിഫ്റ്റാണ് ചെയ്തതെങ്കിൽ, അതായത് മൈനസ് ആയിട്ടുള്ള നെഗറ്റീവ് ഷിഫ്റ്റാണ് ആ ലെറ്റേഴ്സ് തമ്മിൽ ചേഞ്ച് വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ അതായിരിക്കും കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് എത്ര ഷിഫ്റ്റ് വന്നെന്ന് നോക്കാം. ഇവിടെ B എന്നാണ് തന്നേക്കണം. B ബാക്കിലോട്ടാണ് ചേഞ്ച് വന്നെങ്കിൽ അത് സെഡിലോട്ടായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ ആ ചേഞ്ച് നോക്കാൻ എന്ത് ചെയ്യും, B എത്ര ഷിഫ്റ്റ് ബാക്കിലോട്ട് ചെയ്താലാണ് Z എത്തണേന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2ന് നമ്മൾ 26 ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ 28 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി അല്ലേ. അപ്പോൾ 28 ആണ് ബേസിക്കലി മറ്റേ 26 Z ആണെങ്കിൽ 27 A ആണ്, 28 എന്ന് പറഞ്ഞാൽ B ആണ് അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 26 ആഡ് ചെയ്യപ്പോഴാണ് നമുക്ക് ആ നമ്പർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെക്ക് ചെയ്താൽ മതി. 28ഉം 26 തമ്മിലുള്ള ചേഞ്ച് എന്താണ്, അതായത് ഒരു -2 ഷിഫ്റ്റാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇപ്പോൾ ഇവിടെ ഒരു ചേഞ്ച്, ഇവിടെ ബിക്ക് പകരം ഇവിടെ B തന്നെയാണ്, ഇവിടെ സെഡിന് പകരം സെഡിന് പകരം ഇവിടെ V ആണ് വന്നതെന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് പെട്ടെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 26 ആയിട്ട് ആഡ് ചെയ്തിട്ട് ബീനെ കറസ്പോണ്ട് ചെയ്യണ ആ നമ്പർ കണ്ടുപിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി. 28 - 22 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടും. അതായിരിക്കും ആ കേസിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് ഈ ഒരു കേസിൽ അതിൻ്റെ ആവശ്യമില്ല. B കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ബാക്കിലാണ് Z എന്ന് നമുക്ക് പറയാമല്ലോ, ലെറ്റേഴ്സ് ബാക്കാണ് Z എന്ന് പറയാമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. എഗെയിൻ നമുക്ക് പക്ഷെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. അടുത്ത R ഉം U ആണ് അടുത്ത 2 ലെറ്റേഴ്സ് അല്ലേ. അപ്പോൾ R കറസ്പോണ്ട് ചെയ്യുന്നത് 18 ആണ്,
ഇത് കറസ്പോണ്ട് ചെയ്യുന്നത് 21 ആണ്. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് എത്രയാണ് വന്നേക്കണം? +3 ചേഞ്ച് ആണ് വന്നേക്കണം. സെക്കൻഡ് ലെറ്ററിൽ ചേഞ്ച് +3 ആണ്. പിന്നെ എച്ചും ഡിയും ആണ്. 8 ആയിരുന്നു, ഇത് 4 ആയി. അപ്പോൾ ഇവിടെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ -4 ആണ് ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ലെറ്റർ ക്ലസ്റ്റേഴ്സ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ വന്ന ചേഞ്ചസ് എന്താണെന്ന് കിട്ടി. ആദ്യത്തെ -2, പിന്നെ +3, പിന്നെ -4. ഓക്കെ, എഗെയിൻ നമ്മൾ എന്നിട്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിലും അത് തന്നെയാണ് ഫോളോ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ രണ്ട് ഇത് കമ്പയർ ചെയ്യാം. ടിയുടെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്, അത് 6 ആണ് അയക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ -2 ചേഞ്ച് വന്നു. ഡിയുടെ കേസ് ഡി എന്ന് പറഞ്ഞാൽ ജി ആയിട്ടുണ്ട്, അവിടെ +3 ചേഞ്ച് ആണ് വന്നേക്കുന്നത് അല്ലേ. D4ഉം G7 എന്ന് പറയുമ്പോൾ +3 ചേഞ്ച്. ആറിൻ്റെ എന്താണ് ചേഞ്ച് ചെയ്തേക്കുന്നത്? 6 18ഉം N 14ഉം ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്തേക്കുന്നത്? -4 ചേഞ്ച്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്തപ്പോൾ നേരത്തെ സെയിം കേസ് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ZUD ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതാം 26, 21, 4 എന്നാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ പ്ലേസ് വാല്യൂ ആദ്യമേ അവിടെ ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ -2 +3 പിന്നെ -4 ആണ് ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ -2 ചെയ്യുമ്പോൾ ഇവിടെ 24 വരും, +3 ചെയ്യുമ്പോൾ എഗെയിൻ 24 വരും. അപ്പോൾ ഓപ്ഷൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക, എക്സസ് വെച്ചേക്കുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇതില്ല, ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ആൻഡ് എഗെയിൻ നമുക്ക് അടുത്തതെന്ന് പറയുമ്പോൾ -4 എന്ന് പറയുമ്പോൾ 0 വരും. അപ്പോൾ ഓപ്ഷൻസ് മറ്റേ 1 to 26 അല്ലേ മാപ്പിംഗ് ഉള്ളൂ. 0 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട് ചെയ്യണത് 26 ആണ് കറസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഈ കറസ്പോണ്ടിങ് ടേം എന്ന് പറഞ്ഞാൽ XXZ എന്നായിരിക്കും അതിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിലോഗിസം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് കോമൺലി എപ്പോഴും എക്സാമിന് ചോദിക്കണതാണ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് നമ്മൾ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഡോഗ്സ് ആർ ലയൺസ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇത് ഓൾ ഡോഗ്സ് ആർ, അപ്പോൾ ഡോഗ്സിൻ്റെ സെറ്റ് നമുക്ക് ഈ ഒരു സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓൾ ഡോഗ്സ് ആർ ലയൺസ് എന്ന് പറയുമ്പോൾ ഈ ഡോഗ് എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും ആർ റിലേറ്റഡ് ടു എലമെൻറ്റ്സ് ഇൻ ലയൺസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ വരക്കേണ്ടി വരും അല്ലേ, സ്പേസ് ഉണ്ടാവില്ലായിരിക്കും. നമുക്ക് ഈ ഒരു പോയിന്റിൽ വരക്കാം. ഇവിടെ നമുക്ക് ഇത് ഡോഗ്സ് ആണെങ്കിൽ ഡോഗ്സിലെല്ലാം എലമെൻറ്റ്സും ആർ റിലേറ്റഡ് ടു എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ലയൺ എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത് നോ എലിഫൻ്റ് ഇസ് ലയൺ. ഓക്കെ, അതായത് എലിഫൻറ്റിൻ്റെ സെറ്റ് ഇ ആണെങ്കിൽ ഇത് രണ്ടിലും, അല്ലെങ്കിൽ ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്നും ഇതിൽ റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്നും ഇതിലില്ല എന്നാണ് മീനിങ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെറ്റ്സ് ആണ്, കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അതായത് കോമൺ ആയിട്ട് ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് അല്ല എന്നാണ് മീനിങ് ഈ നോ എലിഫൻ്റ് ഇസ് എ ലൈൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരക്കണം. ഒരു ലൈൻ വരക്കുക, ഇവിടെ ഒരു ഇൻറ്റു കൊടുക്കുക, ഇവിടെ ഒരു ക്രോസ് കൊടുക്കുക. വിച്ച് മീൻസ് ദാറ്റ് നോ എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ഇസ് ദെയർ ഇൻ ദിസ് സെറ്റ് ഓർ നോ എലമെൻറ്റ്സ് ഇൻ ഇ ആർ റിലേറ്റഡ് ടു സെറ്റ് എൽ ഓർ ലൈൻ എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷൻസ് വായിക്കാം. കൺക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ 100% ട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കൺക്ലൂഷനായിട്ട് വന്നേക്കുന്നത്. നമുക്ക് കൺക്ലൂഷൻ ചോദിക്കാം, നോ ഡോഗ് ഇസ് എൻ എലിഫൻറ്റ്. ഓക്കെ, അതായത് ഡോഗ് എന്ന് പറഞ്ഞ എലമെൻറ്റ് സെറ്റിലെ എലമെൻറ്റ്സ് ഒന്നും ഈയിലുള്ള സെറ്റിൽ റിലേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെൻറ്റ്സും ഈ സെറ്റിൽ ഇല്ല എന്നാണ്, റിലേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദ സെയിം വേ നമുക്കിവിടെ പറയുന്നത് ഈ സെറ്റിൻ്റെ എൽ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിലാണ് ഡി എന്ന് പറഞ്ഞ സെറ്റുള്ള കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ ഡോഗ് ഇസ് എൻ എലിഫൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും ഇത് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസറാണ്. നോ ഡോഗ് ഇസ് എൻ എലിഫൻറ്റ് എന്നുള്ള കറക്റ്റായിട്ടാണ്. അടുത്ത പറഞ്ഞാൽ നോ ലയൺ ഇസ് എ ഡോഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ലയൺ ഇതാണ്, ഡോഗ് ഇതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് വരച്ചേക്കുമ്പോൾ തന്നെ ബേസിക് ഡയഗ്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി നോ ലയൺ ഇസ് എ ഡോഗ് എന്നുള്ളത് തെറ്റാണ്, കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം എൻറ്റയർ അതിൽ കോമൺ ആയിട്ട് ഓവർലാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോ ലയൺ ഇസ് എ ഡോഗ് എന്ന് പറയാൻ പറ്റില്ല. സം ലയൺസ് ആർ ഡോഗ്സ് നമുക്ക് ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. കാരണം ഇവിടെ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉള്ള കാരണം നമുക്ക് നോ ലയൺ ഇസ് എ ഡോഗ് എന്നുള്ളത് തെറ്റാന്ന് പറയാം. അടുത്തുണ്ട് സം എലിഫൻറ്റ്സ് ആർ ഡോഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ സം എലിഫൻറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് സെറ്റ്സ് തമ്മിൽ എന്തെങ്കിലും ഓവർലാപ്പ് വേണം. ഇവിടെ നോക്കുമ്പോൾ ഓവർലാപ്പ് ഒന്നും ഇല്ല, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി നോക്കുമ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. ഒൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഒക്കെ എല്ലാം തെറ്റാണ്. അടുത്തത് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫിഗർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ
ഓക്കെ. അപ്പോൾ ഇനി ഫിഗർ കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എഗെയിൻ നമുക്കിത് ഈ ഫിഗർ മൾട്ടിപ്പിൾ ഫിഗറിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെയാണ് തന്നേക്കുന്നത് അല്ലേ. നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വഴി തന്നെ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നോക്കാം. അതായത് ഇതിലൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ 1 2 രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് കേസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമ്മൾ ഈ അഗെയിൻ ഈ തന്നിരിക്കുന്ന ഫിഗർ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഈ ഓരോ ലൈൻ കാരണം എത്ര പുതിയ ട്രയാങ്കിൾസ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ലൈൻ കാരണം നമ്മൾ ഈ ലൈനാണ് അടുത്ത് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലൈൻ കാരണം പുതിയതായിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ ലൈൻ കാരണം ഇവിടെ ഒരു ട്രയാങ്കിൾ, ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ അഗെയിൻ അടുത്ത ഏതാണ്, ഈ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, വലിയ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഈ ഒരു ലൈൻ കാരണം വരച്ചു. വേറെ ഏതെങ്കിലും ട്രയാങ്കിൾ വരണ്ടോ? ഇല്ല. ഇവിടെ ഇത് ട്രയാങ്കിൾ ആവുന്നില്ല, അഗെയിൻ ഇതൊരു ട്രയാങ്കിൾ ആവുന്നില്ല. നമ്മൾ അഗെയിൻ അടുത്തത് വരക്കുക, ഈ ഒരു ലൈനും കൂടി വരച്ചു. ഈ ഒരു ലൈൻ വരക്കുക പുതിയ ട്രയാങ്കിൾ എന്തെങ്കിലും ഉണ്ടാവുണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലൈൻ കാരണം ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലെ ട്രയാങ്കിൾസിൻ്റെ കേസാണ് പറയുന്നത്. ഈ ഒരു ലൈൻ കാരണം നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിൾ പുതിയതായിട്ട് ക്രിയേറ്റഡ് ആയിട്ടാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടായി. അപ്പോൾ അഗെയിൻ രണ്ട് ട്രയാങ്കിൾസ് എന്താ ഈ ഒരു ലൈൻ വരക്കണോണ്ടും ഉണ്ടായി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ പുതിയതായിട്ട് ഉണ്ടായ ട്രയാങ്കിളാണ്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും, അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എക്സ്ട്രാ ആയി. ഇനി നമുക്ക് അഗെയിൻ ഇത് നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു ലൈനും കൂടി വരും, ഈ ലൈനും കൂടി വരും അല്ലേ. അപ്പോൾ ഈ ലൈനും കൂടി വരുമ്പോൾ നമുക്കൊരു വലിയ ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു വെർട്ടെക്സിന് അബൌട്ട് എത്ര പുതിയ ട്രയാങ്കിൾസ് ഫോം ചെയ്തെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഈ വെർട്ടെക്സിന് അബൌട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ വെർട്ടെക്സിന് അബൌട്ട് പോയ രണ്ട് ആംസ് ഉണ്ടല്ലോ, ഈ ഒരു ആമും ഈ ഒരു ആമും ഉണ്ടല്ലോ, ഈ രണ്ട് ആംസും എങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആംസ് നോക്കുമ്പോൾ ഓക്കെ, ഈ ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, പുതിയതായിട്ടുണ്ടായ ട്രയാങ്കിളാണ്. ഓക്കെ, ഈ വെർട്ടെക്സിന് അബൌട്ട്. അടുത്തത് ഈ ആംസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. അതായത് ഇത് ബേസ് ആയിട്ട് വരുന്ന സെക്കൻഡ് ട്രയാങ്കിൾ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ബേസ് ആയിട്ട് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, ഈ ട്രയാങ്കിൾ ഉണ്ട്. ഇത് തേർഡ് ട്രയാങ്കിൾ. അഗെയിൻ ഇത് ബേസ് ആക്കി ഫോർത്ത് ട്രയാങ്കിൾ. അതായത് മൊത്തം ഇതിന് വെർട്ടെക്സിന് അബൌട്ട് 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര, 2 + 2 4, 4 + 2 6, 6 + 4 10. മൊത്തം 10 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കൗണ്ടിങ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇൻ്റർചേഞ്ച് ടു മേക്ക് ദ ഇക്വേഷൻ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതിൽ ഏത് രണ്ട് സിമ്പിൾസ് ഇൻ്റർചേഞ്ച് ചെയ്താലാണ് നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് വന്നതെന്ന് നോക്കണം. അപ്പോൾ ഇക്വേഷൻ്റെ LHS നമുക്ക് ഇതാണ്, RHS ഇതാണ്. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ RHS എന്ന് പറഞ്ഞൊരു ഹോൾ നമ്പർ ആണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ സോൾവ് ചെയ്യപ്പോഴും ഒരു ഹോൾ നമ്പർ കിട്ടണം, 24 തന്നെ കിട്ടണം. പക്ഷെ അതായത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും 24 എന്ന് പറഞ്ഞാൽ LHS. അപ്പോൾ അവിടെ ഒരു ഫ്രാക്ഷണൽ കമ്പണൻറ്റ് പാടില്ല. അപ്പോൾ ഫ്രാക്ഷണൽ കമ്പണൻറ്റ് തന്നെ പോയിൻറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഇപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഫ്രാക്ഷണൽ LHS സോൾവ് ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ എലമെൻറ്റ് വരണമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ എഗെയിൻ നമുക്ക് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ത്രൂ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ സഡൻ എലമെൻറ്റ്സ് നമുക്കിങ്ങനെ ഫ്രാക്ഷൻ എലമെൻറ്റ് വന്നിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, മൈനസ് ആൻഡ് ഡിവൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ സ്വിച്ച് ചെയ്യേണ്ടത് മൈനസും ഡിവൈഡ് സിമ്പിളുമാണ് സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡിന് പകരം മൈനസ് വരും, ഇവിടെ ആൻഡ് മൈനസിന് പകരം ഡിവൈഡ് വരുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ വന്നേക്കുന്ന +3 / 6 എന്നാണ്. അതായത് 1/2 എന്ന് പറഞ്ഞൊരു ടേം വരും. ഇവിടെ ഒരു ഫ്രാക്ഷണൽ പാർട്ട് വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ അതായത് 1/2 എന്ന് പറഞ്ഞ പാർട്ട് വന്നു. അപ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം LHS അപ്പോൾ ഒരു ഫ്രാക്ഷണൽ എലമെൻ്റായി മാറി, ഫ്രാക്ഷണൽ ടേമായി മാറി. ഫർദർ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡിവൈഡ് വന്ന പോയിന്റ് സ്പെസിഫിക്കലി നോക്കിയാൽ മതി. അവിടെ ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, പിന്നെ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ പ്ലസ് സിമ്പിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രാക്ഷണൽ പറയാൻ പറ്റുള്ളൂ. ഇവിടെ അതേസമയം ഒരു ഇൻഡ്യൂ സിമ്പിൾ ആണെങ്കിൽ ഇവിടെ വന്ന ഡിനോമിനേറ്ററിൽ വന്ന നമ്പർ ഇതായിട്ട് കട്ടായി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടുത്തെ ഈ സിമ്പിളും കൂടി കെയർഫുൾ ആയിട്ട് നോക്കണം.
അതിപ്പോൾ അവിടെ ഇൻറ്റു ആണെങ്കിൽ അവിടെ ഫ്രാക്ഷൻ എലമെൻറ്റ് വരില്ലല്ലോ, അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹവർ ഈ ഒരു ക്വസ്റ്റനിൽ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമിൽ നമുക്ക് എൻറ്റയർ ഓപ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ്റെ കുറേ രീതികൾ പഠിച്ചു വെക്കണം. നമുക്ക് അടുത്ത ഓപ്ഷൻ ഇത് നോക്കാം. ഇവിടെ പറയണതെന്ന് പറഞ്ഞാൽ ഇൻറ്റുവും മൈനസും ഓൾട്ടർനേറ്റ് ചെയ്യാനാണ്. അത് ഇൻറ്റുക്ക് പകരം മൈനസ് വന്നു, ഇവിടെ മൈനസിന് പകരം ഇൻറ്റുവും വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡിവിഷൻ സിമ്പിൾ വന്നേക്കണ പോയിന്റ് ഫസ്റ്റ് നോക്കണം. 36/2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഒരു ഹോൾ നമ്പർ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ 36/2 ആണ്, അത് 18 വരും. -12 വന്നുണ്ട്, പ്ലസ് പിന്നെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 3 × 6 എന്ന് പറഞ്ഞാൽ 18 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇത് പറഞ്ഞാൽ 6 വരും. 6 + 18 എന്ന് പറഞ്ഞാൽ 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ 24 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത് പിന്നെ നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സോൾവ് ചെയ്യേണ്ടത് ബോഡ് മാസ് റൂൾ യൂസ് ചെയ്താണ്. ബോഡ് മാസ് ഈ ഒരു ബേസിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ബോഡ് മാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക, പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് സോൾവ് ചെയ്യുക, പിന്നെ ഡിവിഷൻ സോൾവ് ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യുക, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിൽ വേണം നമ്മൾ ഓപ്പറേറ്റേഴ്സ് അതായത് ചെയ്യാനായിട്ട്. ഡിവിഷൻ സിമ്പിൾ ഉണ്ടെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷൻ ആയിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എഗെയിൻ അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. ഈ ഓർഡറിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ആ ബേസിക്സ് അറിയാമെന്ന് ഞാൻ വിചാരിച്ചാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഡിവിഷൻ വന്ന പോയിന്റിൽ ലൈക്ക് ഫ്രാക്ഷൻ എലമെൻ്റ് ആണോ വന്നതെന്ന് നോക്കിയാൽ മതി. ആണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് കുറക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് depicts how the given transparent sheet of paper would appear if it is folded at the dotted lines ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. ഇതിന് അബൌട്ട് ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അബൌട്ട് ദിസ് എങ്ങനെ നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫോൾഡിങ് അൺഫോൾഡിങ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിക് ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫോൾഡ് ചെയ്യണ പോയിന്റിൽ ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫോം ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. ഇവിടെ ഫോം ചെയ്യണത് ഫോൾഡ് ചെയ്യുമ്പോൾ. മിറർ ഇമേജ് അബൌട്ട് എ മിറർ പ്ലേസ് അറ്റ് ദ ഫോൾഡ്. ഈ ഒരു പോയിന്റിൽ വെച്ചേക്കുന്ന മിറർ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ച മിററിന് അബൌട്ടുള്ള മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെയാണ് നമ്മൾ മിറർ വെച്ചെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫോൾഡ് എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓരോ ലൈൻ എവിടെ വരും. ഈ ലൈൻ ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഈ ഒരു പോയിന്റ് വരും. ഓക്കെ, മിറർ ഇമേജ് എങ്ങനെ വരക്കണമെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ബേസിക് ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണോ മിറർ ചെയ്യുന്നത് അത്രയും ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും ആ പോയിന്റിലോട്ട് കറസ്പോണ്ടിങ് ഇമേജിന് ആ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിറർ ചെയ്യുന്ന അത്ര ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അതായത് ഈ പോയിന്റ് ഈ ഒബ്ജക്റ്റിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലായിരിക്കും. അതായത് ഈ ഡിസ്റ്റൻസ് ഇല്ല, ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് ബേസിക് ലോജിക്ക് ഈ മിറർ ഇമേജ് എടുക്കണതിൻ്റെ ഉള്ള കേസിൽ. അപ്പോൾ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യണം. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻസിൽ തന്നെ അപ്പോൾ നോക്കുക ഈ ഒരു ലൈൻ വന്നേക്കണ കേസ് ഏതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടില്ല, അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ നോക്കുമ്പോഴും ഇവിടെയും വന്നിട്ടില്ല, ഇവിടെ നിന്നൊരു ലൈൻ വരണം ആക്ച്വലി ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഓപ്ഷൻ C or D നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ C or D ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ലൈൻ എന്ത് പറ്റുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു മിറർ വെച്ചാൽ ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. അതായത് ഈ പോയിന്റ് ഇത്രയും ഡിസ്റ്റൻസിൽ തന്നെ, ഈ ഡിസ്റ്റൻസ് തന്നെ ഈ ഡിസ്റ്റൻസ് മിറർ ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസ് ആണ് ഈ പോയിന്റിലോട്ടുള്ള അത്രയും ഡിസ്റ്റൻസ് ഇവിടെ നിന്നുണ്ടാവും. പിന്നെ ഈ രണ്ട് പോയിന്റ്സ് ഇവിടെ മുട്ടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ലൈൻ അടുത്ത് വരും. ഓപ്ഷൻ C നോക്കാം. ഓക്കെ, ഓപ്ഷൻസിൽ അതായത് ഈ ഒരു പോയിന്റ് ചെയ്യുന്നത് നടുക്കത്തെ ഈ ലൈനിൻ്റെ പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ. അപ്പോൾ ഈ ലൈൻ ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ Dയിൽ നോക്കുമ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ ഇല്ല ആക്ച്വലി. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ D നമുക്ക് എലിമിനേറ്റ് ചെയ്തോളാം. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ആ മിറർ ഇമേജിൻ്റെ ആ ഒരു ലോജിക്ക് വെച്ച് അല്ലെങ്കിൽ ആ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദി നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ഇറ്റ്. ഓക്കെ, ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് തന്നേക്കുന്നത്. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റണത് ഇവിടെ എന്ത്
നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 7ഉം 6ഉം തന്നിട്ടുണ്ട്. ഓക്കെ, നടുക്കത്തെ കോളത്തിൽ 13ഉം തന്നിട്ടുണ്ട്. 7 + 6 എത്രയാണ്? 13 ആണ്. അതുപോലെ തന്നെ 4ഉം 18ഉം തന്നിട്ടുണ്ട്. നടുക്കത്തെ 22 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് ഫസ്റ്റ് ആൻഡ് തേർഡ് കോളത്തിലെ നമ്പേഴ്സിനെ സം ചെയ്ത് നടുക്കത്തെ കോളത്തിലെ എലമെൻറ്റ് നമ്പർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ 15ഉം 7ഉം ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 22 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത സ്ലൈഡ് പോകാം. അടുത്തത് ഓക്കെ, ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് പറഞ്ഞേക്കുന്നത് A+B മീൻസ് B ഈസ് എ ബ്രദർ ഓഫ് A. അങ്ങനെ ഓരോ സിമ്പലും ഒരു പർട്ടിക്കുലർ രീതിയിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് എല്ലാം ഇൻ ബിറ്റ്വീനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചേക്കണ എസ്സും ആറും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബേസ് പിയും ആറും ലൈക്ക് ബ്ലഡ് റിലേഷൻ്റെ ഡയഗ്രാം ഉണ്ടല്ലോ, അതിൽ പിയും ആറും ഈ എലമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മളൊരു ബ്ലഡ് റിലേഷൻ ഡയഗ്രാം വരക്കണം. പിന്നെ ഈ ഓരോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്സ് ആണ്. ഇതിൽ തന്നേക്കണം, മാപ്പ് ചെയ്തേക്കണം പോലെ റിലേഷൻഷിപ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത് നോക്കി ജസ്റ്റ് കമ്പയർ ചെയ്ത് ആ ഡയഗ്രാം വരച്ചാൽ മതി. ബേസിക്കലി ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആദ്യമേ തന്നേക്കണം P+R എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നോക്കണം, A+B എന്ന് പറഞ്ഞാൽ B ഈസ് എ ബ്രദർ ഓഫ് A എന്നാണ് പറയുന്നത്. അപ്പോൾ P+R എന്ന് പറഞ്ഞാൽ P ഈസ് എ ബ്രദർ ഓഫ് P ഈസ് എ ബ്രദർ ഓഫ് R എന്ന് വരും. ഇവിടെ B ഈസ് എ ബ്രദർ ഓഫ് A എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ R ഈസ് എ ബ്രദർ ഓഫ് P എന്ന് വരും. അപ്പോൾ R ഈസ് എ ബ്രദർ ഓഫ് P എന്ന് പറയുമ്പോൾ R ഈസ് എ ബ്രദർ ഓഫ് P എന്ന് പറയുമ്പോൾ ആറിൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ പ്ലസ് മെയിലാണ്. അതാണ് നമ്മളിവിടെ പ്ലസ് സിമ്പിൾ വെച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ യൂഷ്വലി ഞാനിവിടെ ഫോളോ ചെയ്യുന്ന കൺവെൻഷൻ അനുസരിച്ച് ലൈക്ക് സിബ്ലിങ്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കും. സിബ്ലിങ്സ് അനുസരിച്ച് ലൈക്ക് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ പാരൻറ്റ്, ഇവിടെ പാരൻറ്റിന് വരക്കും. താഴോട്ടൊരു ലൈൻ വന്നിട്ടുണ്ട്, അതിൽ നിന്ന് രണ്ട് ലൈൻ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. അതിൽ ഇതൊരു ചൈൽഡ് ആണെങ്കിൽ ഇത് സെക്കൻഡ് ചൈൽഡ്. സെയിം ജനറേഷനിലുള്ളതാണെങ്കിൽ സെയിം ലൈനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പ്രീവിയസ് ജനറേഷൻ ആണെങ്കിൽ മുകളിലോട്ട് വരക്കും, നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിൽ താഴോട്ട് വരക്കും. അങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരക്കുന്നത്. പിന്നെ നമ്മൾ മാരീഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഒരു ഈക്വൽ ടു സിമ്പിൾ പോലെ വെച്ച് നമ്മൾ വരക്കും. അപ്പോൾ ആ കൺവെൻഷൻ ബേസ് നമുക്ക് താഴോട്ട് വന്ന് നോക്കാം. ഇവിടെ പറയുന്നത് പറഞ്ഞാൽ P+R എന്ന് പറഞ്ഞാൽ B ഈസ് എ ബ്രദർ ഓഫ് A എന്നാണ് പറയുന്നത്. അതായത് R ഇവിടെ ഈ ഒരു കേസിൽ സെക്കൻഡ് വന്നത് R അല്ലേ, അപ്പോൾ R ഈസ് എ ബ്രദർ ഓഫ് P എന്ന് വരും. ബ്രദർ എന്ന് പറയുമ്പോൾ ആറാണ് ബ്രദർ, അപ്പോൾ അതിൻ്റെ ജെൻഡർ അതൊരു മെയിലാണ്, അപ്പോൾ പ്ലസ് വരും ബ്രദർ എന്ന് പറയുമ്പോൾ. അടുത്ത നമുക്ക് നോക്കാം, R×T എന്നാണ് അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് A×B. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ A ഈസ് എ ഫാദർ ഓഫ് B എന്നാണ് പറഞ്ഞത്. അപ്പോൾ R ഈസ് എ ഫാദർ ഓഫ് T എന്ന് വരും അല്ലേ. R ഈസ് എ ഫാദർ ഓഫ് T. അപ്പോൾ R ഈസ് എ ഫാദർ ഓഫ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ ചൈൽഡാണ് T എന്നാണ് മീനിങ്. അപ്പോൾ നമ്മൾ അത് കാരണം നമ്മൾ താഴെ ലൈക്ക് ടീനെ നമ്മൾ താഴെ ഒരു ലൈൻ നെക്സ്റ്റ് ലെവലിൽ താഴെ വരക്കും. അത് കഴിഞ്ഞിട്ട് T-Q എന്നാണ് പറയുന്നത്. അപ്പോൾ മൈനസിൻ്റെ കേസ് നോക്കാം. T ഈസ് എ മദർ ഓഫ്, ഇപ്പോൾ ഇവിടെ കമ്പയർ ചെയ്ത് പറയാം നമുക്ക് എന്ത്, T ഈസ് എ മദർ ഓഫ് B എന്ന് പറയാം. മദർ ഓഫ് Q എന്ന് പറയാം. ഇപ്പോൾ T ഈസ് എ മദർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജെൻഡർ എന്ന് പറയുമ്പോൾ മൈനസ് വരും, മദർ അല്ലേ. ഓഫ് Q എന്ന് പറയുമ്പോൾ താഴോട്ട് വരും. T ഈസ് എ മദർ ഓഫ് Q, കാരണം Tയുടെ ചിൽഡ്രൻ ആണ് Q. അതായത് നെക്സ്റ്റ് താഴോട്ട് ഒരു ലെവലിൽ വരക്കണം. അടുത്ത പറഞ്ഞാൽ ഡിവൈഡഡ് സിമ്പിളാണ് വന്നേക്കുന്നത്. A ഈസ് എ സൺ ഓഫ് B. അപ്പോൾ ഡിവൈഡ് സിമ്പിൾ വന്നാൽ സൺ ഓഫ് B എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് വന്നേക്കുന്നത് Q ഈസ് എ സൺ ഓഫ് S എന്ന് വരും. അത് Q എന്ന് പറഞ്ഞാൽ ഇസ് എ സൺ ഓഫ് S എന്നാണ് പറയുന്നത്. സൺ എന്ന് പറയുമ്പോൾ Q ഈസ് എ സൺ ഓഫ് S. അപ്പോൾ സൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജെൻഡർ മെയിൽ വരും. പിന്നെ എസിൻ്റെ സണ്ണാണെന്ന് പറയണത്. അപ്പോൾ എസിൻ്റെ സണ്ണാണെന്ന് പറയുമ്പോഴത്തേക്കും ടീയുടെ എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഫാദർ ആയിരിക്കും, കാരണം T മദർ ആയത് കാരണം. അതായത് ടീയുടെ ഹസ്ബൻഡ് ആയിരിക്കും S എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് സിമ്പിൾ കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കും ബ്ലഡ് റിലേഷൻ ഡയഗ്രാം എന്നത്. ക്വസ്റ്റനിൽ പറഞ്ഞേക്കണ പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ A ഈസ് എ സൺ ഓഫ് B എന്നാണ്, Q ഈസ് എ സൺ ഓഫ് S എന്നാണ് പറയണത്. Q ഈസ് എ സൺ ഓഫ് S. അപ്പോൾ സൺ ആകണമെങ്കിൽ S എന്ന് പറഞ്ഞാൽ ഫാദർ ആകണം, കാരണം T എന്ന് പറഞ്ഞാൽ മദർ ആയത് കാരണം. പിന്നെ ഫാദർ ആകാനല്ല ഓപ്ഷനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എസിനും ഫാദറായിട്ട് വരക്കണം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വൺസ് നമ്മൾ എസിൻ്റെ ജെൻഡറും ലൈക്ക് ആറിൻ്റെ ജെൻഡറും എല്ലാം കിട്ടിയെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ മതി. ഫർദർ നമ്മൾ ഡയഗ്രാം
ഫർദർ നമ്മൾ ഈ ഒരു ബ്ലഡ് റിലേഷൻ ഡയഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടേണ്ട രണ്ട് വേരിയബിൾസ് ആറും എസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസിൻ്റെ ജെൻഡറും ലൈക്ക് പ്ലേസും കിട്ടി റിലേഷൻ ഫാമിലി ട്രീയിൽ അല്ലെങ്കിൽ ഈ ഡയഗ്രത്തിൽ കിട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. ഇത് ചോദിക്കുന്നത് ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു ആർ എന്നാണ് ചോദിച്ചേക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഡോട്ടറിൻ്റെ ഹസ്ബൻഡാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, എസ് ഇസ് ദി സൺ ഇൻ ലോ ഓഫ് ആർ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എസ് ഇസ് ദി സൺ ഇൻ ലോ ഓഫ് ആർ. നമുക്ക് ഹൗ ഇസ് എസ് റിലേറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ എസ് ഇസ് എ സൺ ഇൻ ലോ ഓഫ് ആർ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെലക്ട് ദ ഫിഗർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം എങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി, ഓരോ ഫിഗേഴ്സും കമ്പയർ ചെയ്താൽ മതി. ഫസ്റ്റ് നമുക്കൊരു പെൻറ്റഗൺ ഉണ്ട്. അടുത്ത ഫിഗർ എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ അപ്സൈഡ് ഡൗൺ ആയി. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിൾ അപ്സൈഡ് ഡൗൺ ആയി. പിന്നെ ആരോ ഒബ്വിയസ്ലി ഈ ഫിഗർ എല്ലാം അപ്സൈഡ് ഡൗൺ ആയി ബേസിക്കലി. അതായത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ആരോ ഇങ്ങനെ വന്നു. ഓക്കെ, അതായത് ഒരു ക്ലോക്ക് വൈസ് ഒരു അപ്സൈഡ് ഡൗൺ ആണ് വന്നത്. അതായത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തേക്കണം. ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലേ ഇതെല്ലാം ഇങ്ങോട്ട് വരുള്ളൂ, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറും റിലേറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ വന്നിട്ടുണ്ട്. എഗെയിൻ നമ്മൾ അടുത്ത ഇതായിട്ട് കമ്പയർ ചെയ്യുക. ഇത് കമ്പയർ ചെയ്യുമ്പോൾ എഗെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ നേരെയുള്ളൊരു പെൻറ്റഗണും ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ആരോഡ് സിമ്പിൾ എഗെയിൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 3 സൈഡഡ് ആണ് ട്രയാങ്കിളാണ്, ഇവിടെ 4 സൈഡ് സ്ക്വയർ ആണ് വന്നേക്കുന്നത്. അഗെയിൻ നമ്മൾ അടുത്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് നമുക്ക് മനസ്സിലായി ഇതും അഗെയിൻ ഒരു 180 ഡിഗ്രി ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തേക്കണതാണ്. അല്ലെങ്കിൽ ഇതൊരു അപ്സൈഡ് ഡൗൺ പോയി, ഇതിവിടെ വന്നു, ഇത് മുകളിൽ വന്നു അല്ലേ, ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി. അത് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ചേഞ്ച് വന്നതെന്ന്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി എന്താണ് സംഭവിച്ചേക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത ഫിഗർ എന്താണെന്നാണ് ചോദിച്ചേക്കണം. അടുത്ത ഫിഗർ എന്തായിരിക്കും, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ആയെന്ന് നടത്താം. ഇപ്പോൾ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ അവിടെ ഒബ്വിയസ്ലി പെൻറ്റഗൺ ആയിരിക്കും. പിന്നെ ഈ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷൻ ആയിരിക്കും പെൻറ്റഗൺ. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗർ എന്തായിരിക്കും എന്ന് വെച്ചാൽ നേരെയുള്ള ഒരു പെൻറ്റഗൺ ഇങ്ങനെ ഉണ്ട്. പെൻറ്റഗൺ ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ആരോ സിമ്പിൾ നമ്മൾ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴെ തന്നെ വരും. അപ്പോൾ ആരോ ഇങ്ങനെ വരും. പിന്നെ ഇതിന് പകരം ഇവിടെ വന്നത് ഒരു പെൻറ്റഗൺ തന്നെ ആയിരിക്കും. നമ്മൾ ഈ ഒരു കേസ് ജസ്റ്റ് നോക്കുമ്പോൾ ഓക്കെ, അതായത് ഈ ഓപ്ഷൻ ഡി തന്നെ ആയിരിക്കും ആൻസർ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് നമ്പർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് നമ്പർ ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ, അതായത് നമ്മൾ ഇത് തമ്മിൽ നോക്കുമ്പോൾ എന്താണ് റിലേഷൻ, ആ സെയിം കേസ് ഇവിടെ വരാനാണ്. 2809 എന്ന് പറഞ്ഞാൽ 53യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 1024 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 32യുടെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 32 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 32യുടെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 32 ആണ്. എളുപ്പം. അടുത്ത നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓക്കെ ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ എ മിറർ ഇസ് പ്ലേസ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് മിറർ പ്ലേസ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, എൻ്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മിറർ ഇമേജിൻ്റെ ബേസിക് ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒറിജിനൽ ഒബ്ജക്റ്റ് അല്ലേ. ഇതിൻ്റെ ലെഫ്റ്റ് ഇതാണ്, റൈറ്റ് ഇതാണ്. അപ്പോൾ ഒറിജിനലി നമ്മൾ മിറർ ഇമേജ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള പാർട്ട് ലെഫ്റ്റ് സൈഡിൽ വരും, റൈറ്റ് സൈഡിലുള്ള പാർട്ട് ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ഈ ഒരു പാർട്ടായിരിക്കും ഇവിടെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ട് റൈറ്റ് സൈഡിലും വരും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് വരക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈയുടെ മിറർ ഇമേജ് ആയിരിക്കണം ഇവിടെ ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കാതെ ഏതൊക്കെ കേസിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈയുടെ മിറർ ഇമേജ് ആണ് ലെഫ്റ്റ് സൈഡിൽ വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ മിറർ ഇമേജ് അല്ല, ഡയറക്റ്റ് ഈ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ഓപ്ഷൻ ഓക്കെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈയുടെ കേസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആരോ സിമ്പിൾ നോക്കാം. എളുപ്പമല്ലേ, ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത് റൈറ്റ് സൈഡിൽ ഇവിടെ ആരോ സിമ്പിൾ വന്നാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരോ സിമ്പിൾ വരണം. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഇത് സിമെട്രിക് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ അബൌട്ട് സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതായത് ഇങ്ങനെ സിമെട്രിക് ആണ്. അപ്പോൾ അത് ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ മിറർ ഇമേജ് ഇതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് ഓപ്ഷൻസ് നോക്കിയപ്പോൾ ഓക്കെ, ഈ മൂന്ന് ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ആരോ സിമ്പിളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഡയറക്ഷൻ അപ്സൈഡ് ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ഈ ഒരു അപ്സൈഡ് ഡൗൺ ഒരു
ടോപ്പ് ടു ബോട്ടം ഇൻവേർഷൻ നടന്നിട്ടുണ്ട്. അത് പക്ഷേ മിറർ ഇമേജ് നടക്കാത്ത കാര്യമാണ്. അത് വാട്ടർ ഇമേജിലാണ് ടോപ്പ് ടു ബോട്ടം ഇൻവേർഷൻ നടക്കുന്നത്. ആ ഒരു കേസ് വരെ നമുക്ക് ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ എയും ഡിയും ബിറ്റ്വീനാണ്. എയും ഡിയും ബിറ്റ്വീനായിട്ട് എന്താ ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഈ ഒരു പോയിന്റ് സെയിം ആണ്, രണ്ടും സെയിം ഫിഗറാണ്. അപ്പോൾ നമുക്ക് അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് നോക്കുമ്പോൾ ഓക്കെ ഈ ട്രയാങ്കിളിൻ്റെ സിറ്റുവേഷനാണ് അടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ട്രയാങ്കിളിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡ് അല്ലായിരുന്നു, അപ്പോൾ ഇത് റൈറ്റ് സൈഡിലായിരിക്കണം വരേണ്ടത് ട്രയാങ്കിൾ. പിന്നെ ട്രയാങ്കിളിൻ്റെ ഈ ഒരു പാർട്ട്, ഈ ട്രയാങ്കിൾ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ അത് ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കും. അതായത് ഈ ഒരു പാർട്ട് ഇത് റൈറ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്, ഇത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഇത് റൈറ്റ് സൈഡ് ആവും, അതായത് ഇങ്ങനെ വരും. ഇത് ഈ ഒരു പോയിന്റ് ലെഫ്റ്റ് സൈഡ് ആവും, അപ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ട്രയാങ്കിളിൻ്റെ ഓറിയൻറ്റേഷൻ ഇരിക്കുന്നത്. അത് ഏത് കേസിലാണെന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അപ്സൈഡ് ഡൗൺ, അതായത് ടോപ്പ് ടു ബോട്ടം ഇൻവേർഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അത് എളുപ്പത്തിൽ മനസ്സിലായാൽ മതി. എഗെയിൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞാൽ എൻറ്റയർ ഫിഗറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർട്ട് ആവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിൽ ഇൻഡിവിജ്വലി ഉള്ള ഫിഗറും ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ നടക്കും മിറർ ഇമേജിൻ്റെ കേസിൽ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ വഴി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 8 words have been given, out of which 7 are alike in some manner and 1 is different. Select the odd one out എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് വായിച്ച് നോക്കാം. മോണിറ്റർ, ഹെഡ്ഫോൺ, മൗസ്, കീബോർഡ്, വിൻഡോസ്, പ്രിൻറ്റർ, സ്കാനർ ആൻഡ് സ്പീക്കർ. ഓക്കെ, ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രിൻറ്റർ, മോണിറ്റർ, മൗസ്, പിന്നെ ഇതെല്ലാം എക്സ്റ്റേണൽ ഡിവൈസസുകളാണ്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ് പ്രിൻറ്റർ, മോണിറ്റർ, മൗസ് എന്നൊക്കെ പറഞ്ഞാൽ. ഈ വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തെറ്റെന്നുള്ളത്. ബാക്കിയെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, എക്സ്റ്റേണൽ ഡിവൈസസ് ആണ്. ഇത് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അവരുടെ ഓഡ് വൺ ഇതാണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ ഇൻ വിച്ച് ഫിഗർ ഇസ് എംബഡഡ്, റൊട്ടേഷൻ ഇസ് നോട്ട് അലൗഡ്. അതായത് ഇത് എക്സാക്ട്ലി ഈ ഒരു ഓറിയൻറ്റേഷനിൽ തന്നെ ഏത് ഓപ്ഷനിലാണോ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസിൽ 3 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് എംബഡഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എംബഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ ഏത് ഫിഗറിൻ്റെ പാർട്ടാണെന്നുള്ള അതാണ് എംബഡ് എന്ന് പറഞ്ഞ മീനിങ്. ഇത് എവിടെയാണ് ഹിഡൻ ആയിട്ട് ഇരിക്കണതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് നമുക്ക് പല റൂട്ട് പോകാം. ആദ്യം നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നോക്കാം. സ്ട്രെയിറ്റ് ലൈനുള്ള പോയിന്റിലാണല്ലോ ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനൊരു കേസ് വന്നത്. അപ്പോൾ നമുക്ക് ഇതെവിടെ വന്നേക്കാം നോക്കാം. ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് ദീസ് 4 ഓപ്ഷൻസ് നമുക്ക് ഏറ്റവും ലീസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ളതിൽ ഇതുണ്ടോ എന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലോട്ട് പോകാം. ഓപ്ഷൻ സിയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഫോം ചെയ്തേക്കുന്ന ട്രയാങ്കിൾ, ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. പിന്നെ ഫോം ചെയ്തേക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഫോം ചെയ്തേക്കുന്നത്. ഈ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ല, ഒരു ഈക്വലാറ്ററൽ പോലത്തെ ട്രയാങ്കിൾ അല്ല വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പോയിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനത്തെ ട്രയാങ്കിൾ ആണ്, ഇവിടെയും ഒരു റൈറ്റ് ആംഗിളിലാണ്, പിന്നെ ഇവിടെ ഒരു റൈറ്റ് ആംഗിളായിട്ട് ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നത്. ഓപ്ഷൻ സി അല്ല നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ഏതാണ്? അടുത്ത നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി നോക്കുമ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കിട്ടി. നമുക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, സെക്കൻഡ് പാർട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എഗെയിൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ലേ. ഇവിടെ നോക്കുമ്പോൾ എഗെയിൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയുണ്ട്. അതായത് ഈ ഒരു ഓപ്ഷൻ ഡിയിൽ നമുക്ക് കറക്റ്റ്ലി കിട്ടും ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും ഓപ്ഷൻ ഡിയിൽ. അതായത് ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി, ഇങ്ങനെ ഒരു ലൈൻ പിന്നെ അഗെയിൻ ഒരു ലൈൻ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 22nd. ഓക്കെ, അടുത്ത കാർഡിയോളജിസ്റ്റ് ഇസ് റിലേറ്റഡ് ടു ഹാർട്ട് ഇൻ ദ സെയിം വേ ആസ് ന്യൂറോളജിസ്റ്റ് ഇസ് റിലേറ്റഡ് ടു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റിലേറ്റഡ് ആണ്, കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്തത് 4 number pair have been given, out of which 3 are alike in some manner and 1 is different. Select the number pair that is different from the rest. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. 39. ഇതെങ്ങനെ സംഭവം റിലേറ്റഡ് ആണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്നേക്കുന്ന ലോജിക്ക് നിങ്ങൾ സ്വയം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇത് ഡിഫറെൻ്റ്ലി ഒരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്വയം ട്രൈ ഔട്ട് ചെയ്ത് കിട്ടുമോ നോക്കാം. ഇവിടെ തന്നേക്കുന്നത് പറഞ്ഞാൽ 72 എന്ന് പറഞ്ഞ നമ്പറാണ് തന്നേക്കുന്നത്. ഇവിടെ ഇത് റിലേറ്റ് ചെയ്തേക്കുന്നത് 38 ആയിട്ടാണ്, ഇവിടെ 12 ആയിട്ടാണ്, ഇവിടെ 68 ആണ്. ഓക്കെ,
അപ്പോൾ 39 എന്ന് പറഞ്ഞാൽ എങ്ങനെ 72 ആയിട്ട് റിലേറ്റ് ആക്കണമെന്ന് നോക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റ് നമുക്ക് പല രീതിയിൽ ലോജിക്ക് വരാം. അതായത് ഡിഫറൻസ് എടുത്ത് നോക്കാം, ഡിഫറൻസിൽ എന്തെങ്കിലും പാറ്റേൺ വന്നിട്ട് നോക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല, ഡിഫറൻസിൻ്റെ ബേസിസിലല്ല. ആൻഡ് അഗെയിൻ പക്ഷെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് തമ്മിൽ എന്തെങ്കിലും മാപ്പ് ചെയ്തതിനെ, എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തതിനെ 72 കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സ്ക്വയേഴ്സ് എടുത്ത് നോക്കാം. 72 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 81 - 9 ആണല്ലോ 72 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ 9ൻ്റെ സ്ക്വയറാണ് 81, 3യുടെ സ്ക്വയറാണ് 9 അല്ലേ. അപ്പോൾ അതൊരു വാലിഡ് ലോജിക്ക് പോലെ തോന്നുന്നുണ്ട്. അതായത് 9 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നുള്ളൊരു ഫോർമാറ്റാണ് വന്നേക്കുന്നത്. അതായത് 72 എന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആ ലോജിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകഴിഞ്ഞിട്ട് ഈ ഒരു കേസിൽ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബിഗർ നമ്പർ 7 അല്ലേ. അപ്പോൾ 7ൻ്റെ സ്ക്വയർ 49, 5യുടെ സ്ക്വയർ 25. അപ്പോൾ നമുക്ക് കിട്ടിയത് 24 എന്നാണ് കിട്ടിയത്. പക്ഷേ ഈ ഓപ്ഷനിൽ 38 ആണ് തന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്ക് അവിടെ വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണോ എന്ന്. ഇവിടെ 42 ആണ് വന്നേക്കുന്നത്, ഇവിടെ 12 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ബിഗർ നമ്പർ ഏതാ? 4 ആണ്. 4ൻ്റെ സ്ക്വയർ, ഓക്കെ, 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും, മൈനസ് 2ൻ്റെ സ്ക്വയർ അതെന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിയപ്പോഴും നമ്മൾ ആ ഇൻഡിവിജ്വൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുത്ത് ഡിഫറൻസ് എടുക്കുമ്പോഴുള്ള ആ ലോജിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ 28 ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ 8ൻ്റെ സ്ക്വയർ, ബിഗർ നമ്പറിൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ് വന്നേക്കുന്നത്. അത് മൈനസ് സ്മോളർ നമ്പറിൻ്റെ സ്ക്വയർ നോക്കാം, 4 ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത് 16 കിട്ടി. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലും ജസ്റ്റ് ആ ബിഗർ നമ്പേഴ്സിൻ്റെ സ്ക്വയർ മൈനസ് ദ സ്ക്വയർ ഓഫ് ദി സ്മോളർ നമ്പർ ചെയ്തപ്പോൾ നമുക്ക് ഈ റൈറ്റിൽ തന്നേക്കുന്ന നമ്പേഴ്സ് എല്ലാം കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് അതായിരിക്കും നമ്മുടെ ലോജിക്ക്. ബാക്കിയല്ലോ എക്സെപ്റ്റ് ഫോർ ദി സെക്കൻഡ് ഓപ്ഷൻ, എവറി ഓപ്ഷനിൽ ഇതാണ് ലോജിക്ക്. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, in an exam of 80 questions, a correct answer is given +1 mark, a wrong answer is given -1 mark, and if a question is not attempted, there are 0 marks. If a student attempted only 80% of the questions and got 32 marks, and how many questions did he answered correctly? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് പറയുന്നത് 80 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടായി അല്ലേ. ഓക്കെ, അതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിന് +1 മാർക്കും തെറ്റായിട്ടുള്ള ഉത്തരത്തിന് -1 മാർക്കും അറ്റംപ്റ്റ് ചെയ്യാത്തതിന് 0 മാർക്സ് ആണ് കൊടുക്കുന്നത്. ഇത് പറയേണ്ട ഒരാൾ 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. 80യുടെ 80% എന്ന് പറയുമ്പോൾ ടോട്ടൽ 80 ആണ്, അതിൽ 80% ആണ് അറ്റംപ്റ്റ് ചെയ്തത്. 80% എന്ന് പറയുമ്പോൾ 64 എന്ന് വരും. അപ്പോൾ പുള്ളി 64 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് 32 മാർക്സ് കിട്ടിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി അറ്റംപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ത്രൂ ഓപ്ഷൻസ് തന്നെ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അയാൾ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 32 മാർക്ക് കിട്ടിയല്ലോ. 32 മാർക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 32 ക്വസ്റ്റ്യൻ എന്തായാലും കറക്റ്റാക്കി കാണും അല്ലേ. 32 പ്ലസ് ക്വസ്റ്റ്യൻസ് എന്തായാലും കറക്റ്റാക്കി കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ കറക്റ്റ് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 32 കഴിഞ്ഞിട്ടുള്ള കറക്റ്റാക്കിയിട്ടുള്ള ലൈക്ക് ക്വസ്റ്റ്യൻസിൻ്റെ 32 ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കിയിട്ടുണ്ടാവും. അതിൽ പ്ലസ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഉള്ള കാരണം അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32-ലും മുകളിലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അയാൾ എന്തായാലും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ പോകുമ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് കറക്റ്റ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രയുണ്ടെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം നമ്മൾ കോമൺ സെൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും 32-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന്. കാരണം ഓൾറെഡി 32 മാർക്സ് കിട്ടിയിട്ടുണ്ട്, 64 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 32 ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും കറക്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, കുറച്ച് ക്വസ്റ്റ്യൻസിൽ തെറ്റിപ്പോയേക്കണം. അത് രണ്ടിൻ്റെ എഫക്റ്റ് വരുമ്പോഴാണ് 0 ആവണം, അത് ക്യാൻസലായി പോകും രണ്ടിൻ്റെ എഫക്റ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വഴി തന്നെ ഇത് കണ്ടുപിടിക്കാം. 64 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് നോക്കാം. അതായത് അതിൽ 48 ക്വസ്റ്റ്യൻസ് പുള്ളി കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ 48 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ 48 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്?
16 ക്വസ്റ്റ്യൻസ് അല്ലേ, 16 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 48 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് 48 മാർക്ക് കിട്ടും. 16 ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള 16 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചെന്നാണ് പറയുന്നത് നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തേനെ. അപ്പം 16 ക്വസ്റ്റ്യൻസ് 16 മാർക്ക് റെഡ്യൂസ് ആവും, കാരണം ഒരു മാർക്ക് തെറ്റിച്ചതിന് ഒരു മാർക്ക് ക്യാൻസൽ ആണ് കാരണം. അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്? +48 കിട്ടിയിട്ടുണ്ട്, 48 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയത് കാരണം. -16 കിട്ടും, 16 ക്വസ്റ്റ്യൻസ് തെറ്റിയത് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 48 - 16 ആണ്, അത് പറഞ്ഞാൽ 32 ആണ് അല്ലേ. അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 32 മാർക്ക്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ കറക്റ്റ് ആണ്. 48 ക്വസ്റ്റ്യൻസ് ആണ് പുള്ളിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിരുന്നു. ടോട്ടൽ 64 അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 48 കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് 48 മാർക്ക് കിട്ടും. പക്ഷേ ബാക്കിയുള്ളത് 64 അറ്റംപ്റ്റ് ചെയ്തില്ല, ബാക്കിയുള്ള 16 തെറ്റിച്ചു. അത് കാരണം അയാൾക്ക് -16 മാർക്സ് കുറക്കേണ്ടി വരും. അപ്പോൾ അത് കുറക്കുമ്പോഴത്തേക്ക് നമുക്ക് 32 കിട്ടും. അത് ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ലെറ്റർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, അഗെയിൻ പ്ലേസ് വാല്യൂസ് എഴുതിയാൽ മതി. 10, 13, 16. അപ്പോൾ ചേഞ്ച് നോക്കാം. 10 to 3 എന്ന് പറഞ്ഞാൽ +3 ആണ്, 13 എന്ന് പറഞ്ഞാൽ +3 ആണ്, 13 to 16 +3 ആണ്. ഓക്കെ, അടുത്ത ചേഞ്ച് എന്തായിരിക്കും? അഗെയിൻ ഒരു +3 ചേഞ്ച് ആയിരിക്കും. അപ്പോൾ 16 + 3 എന്ന് പറഞ്ഞാൽ 19 വരും. അപ്പോൾ ഇവിടെ 19 കറസ്പോണ്ട് ചെയ്യണ ലെറ്റർ ആയിരിക്കും വന്നത്, അത് എസ് ആണ്. ഓക്കെ, അത് നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിൽ എസ് ഉണ്ട്, അപ്പോൾ ആൻസർ എസ് ആയിരിക്കും. അതുകൊണ്ട് S + 3 എന്ന് പറഞ്ഞാൽ വി ആണ്, അത് 22 ആണ്. V + 3 എന്ന് പറഞ്ഞാൽ 25 ആണ്, അതായത് Y ആണ്. അപ്പോൾ ജസ്റ്റ് ആ ചേഞ്ച് +3 ആണ്. ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതോടെ ഇന്നത്തെ ലൈക്ക് ഓൾ റീസണിങ് ചോദിച്ച ക്വസ്റ്റ്യൻസ് സോൾവ് ആയി. ഇപ്പോൾ ബേസിക്കലി ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമായിരുന്നു, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു പേപ്പറായിരുന്നു, റീസണിങ്ങിൻ്റെ പേപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടെ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.